അതേപോലെ സുരേഷ് ഗോപിയുടെ കാര്യങ്ങൾ, ചില കാര്യങ്ങൾ അവർ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എൻ്റെ കുഴപ്പമാണെന്ന് തോന്നുന്നു. സുരേഷ് ഗോപി ഏതെങ്കിലും വിഷയം ചോദിച്ചോളൂ, നിശാന്തിൻ്റെ അടുത്ത് ചോദിച്ചോളൂ. ആശാ വർക്കർമാരുടെ സമരത്തെക്കുറിച്ച് എന്താണ് കേന്ദ്രത്തിൻ്റെ? ആശാ വർക്കർമാരുടെ അടിസ്ഥാനപരമായിട്ടുള്ള വൈഷമ്യങ്ങളിൽ നിന്നും ജീവിതത്തിൽ ഉഴലുന്ന ചില പ്രത്യയശാസ്ത്രപരമായ, ചില അചഞ്ചലമായ ചില രൂപകൽപ്പനകൾ, അവരുടെ മനസ്സിൽ അക്ഷന്തവ്യമായ ചില ഇമേജുകൾ ഉണ്ടാക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഓരോ ഗോഗ്വാവിളികളും അതിനെ ചൊല്ലി ഉണ്ടാകുന്ന സമരങ്ങളും സമര പ്രത്യാഘാതങ്ങളും. എന്ത് മനസ്സിലായി? അല്ല, ഇത് ഞാൻ ചോദിക്കുന്നത് സിനിമയിലുള്ളവർ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോഴുള്ളൊരു പ്രശ്നമാണ്. ഇത് പരിചയം പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുള്ളത്, ഞാനും ദൈവമായിട്ട് സംസാരിക്കുമ്പോൾ, ഈശ്വരനായിട്ട് സംസാരിക്കുമ്പോൾ ദൈവം എന്നോട് പറയുന്നത്, ജഗദീഷ് ഒരു അവസരവാദിയാണ്, ജഗദീഷ് ഒരു നിലപാടുകളില്ലാത്തവനാണെന്നാണ് ദൈവം എന്നോട് പറയുന്നത്. കാരണം എന്താണെന്നറിയോ? ഞാൻ നല്ല ഹാസ്യ പരിപാടികൾ കാണുമ്പോൾ, നല്ല സിനിമ കാണുമ്പോൾ, നല്ല നാടകം കാണുമ്പോൾ, ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആൾക്കാരുടെ പ്രസംഗമായിരുന്നാലും നല്ല പ്രസംഗം കേൾക്കുമ്പോൾ, എൻ്റെ പേരക്കുട്ടികളുമായിട്ട് കളിക്കുമ്പോൾ, നല്ല കലാസൃഷ്ടികൾ കാണുമ്പോൾ ഒക്കെ തന്നെ ഞാൻ ഈശ്വരനോട് പറയും, എനിക്ക് കുറച്ച് ആയുസ്സും കൂടി തരണം, കുറച്ച് നല്ല രീതിയിൽ ആരോഗ്യം തരണം, ആയുസ്സും തരണമെന്ന് ഞാൻ ഈശ്വരനോട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് ഒരു ദിവസം. അത് കഴിഞ്ഞ് ഒരു 2 ദിവസം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞാൽ ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നത് എന്താണെന്നറിയോ? ആലോചിച്ച് നോക്കൂ നിഷാന്തേ, രാഷ്ട്രീയ പാർട്ടികൾ ഫോം ചെയ്തിട്ട് അക്രമമില്ലാത്ത ഏതെങ്കിലും ഒരു ദിവസം ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ചിലപ്പം കാണില്ലായിരിക്കും, പക്ഷേ ഏതെങ്കിലും ഒരു കോണിൽ, ഇപ്പോൾ അന്തരീക്ഷത്തിൽ ലതാ മങ്കേഷ്കറിൻ്റെയും മുഹമ്മദ് റഫിയുടെയും പാട്ടുകൾ ഇങ്ങനെ അന്തരീക്ഷത്തിലുണ്ട്, അല്ലെങ്കിൽ കിഷോർ കുമാറിൻ്റെയും പാട്ടുകളുണ്ടെന്ന് പറയുന്നത് പോലെ എവിടെയും പാർട്ടിയുടെ അടിസ്ഥാനത്തിൽ ഒരാളെ വെട്ടിക്കൊല്ലുക, അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് മാറുകയാണെന്നുണ്ടെങ്കിൽ അയാളെ പിറ്റേ ദിവസം അയാളെ തട്ടിക്കളയുക. അത് ഏത് പാർട്ടി ആയിക്കോട്ടെ, ഞാൻ ഏതെങ്കിലും ഒരു പാർട്ടിയെക്കുറിച്ചല്ല പറയുന്നത്. ആ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആൾ, ആ പാർട്ടികൾ തമ്മിലുള്ള ആ രാഷ്ട്രീയത്തിൻ്റെ പേരിലുണ്ടാകുക വഴക്കുകൾ, കൊലപാതകങ്ങൾ, അതിന് കുറവ് വന്നിട്ടില്ല, കൂടിയിട്ടേ ഉള്ളൂ. ഏത് കണക്ക് പറഞ്ഞാലും ഞാൻ സമർത്ഥിക്കുന്നു, രാഷ്ട്രീയ കൊലപാതകങ്ങൾ കൂടിയിട്ടേ ഉള്ളൂ, കുറയുന്നില്ല. അപ്പം സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് പറയുമായിരിക്കും അല്ലേ കുറഞ്ഞിട്ടുണ്ടെന്ന്. ഇല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ പാർട്ടി. ഇനി മതങ്ങളുടെ സംഭവം തന്നെ നോക്കൂ. മതങ്ങൾക്കകത്ത് തന്നെ ശാഖകൾ തമ്മിൽ പ്രശ്നങ്ങളുണ്ട്. ഒരു മതത്തിനകത്ത് പല രീതിയിലുള്ള വിഭാഗങ്ങളുണ്ട്, പല വിശ്വാസങ്ങളുണ്ട്. ഈ മതങ്ങൾക്കുള്ളിൽ തന്നെ വിശ്വാസത്തിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുന്നു. ഇനി അതല്ലാതെ തന്നെ മതത്തിന് പുറത്താണെങ്കിൽ പല ABCD എന്ന മതങ്ങൾ. ഈ മതങ്ങളെല്ലാം തന്നെ എല്ലാ കാലത്തും മതമുണ്ടായ ആ കാലം മുതൽ തന്നെ ഫൈറ്റിലാണ്, യുദ്ധത്തിലാണ്. 2 മതങ്ങൾ തമ്മിൽ ഫൈറ്റ് ചെയ്യുമ്പോൾ ആരാണ് ആദ്യം പന്ത് എറിഞ്ഞത്? 1. 2, ഞങ്ങളുടെ 63 പേരെ മരിച്ചിട്ടുള്ളൂ, നിങ്ങൾ കൊന്നത് 74 പേരെയാണ്. ഈ 800 ചില്ലുവാനം പേരെയാണ് കേരളത്തിൽ കൊന്നൊടുക്കിയത് ഈ രാഷ്ട്രീയ പാർട്ടി. അവരുടെ കൊലപാതക രാഷ്ട്രീയം മുനമ്പത്ത് എനിക്ക് ഈ ആയുസ്സും ആരോഗ്യം വേണ്ട, എത്രയും പെട്ടെന്ന് എന്നെ അങ്ങോട്ട് വിളിക്കണേ എന്ന് പറയും. ഇതാണ് ഈശ്വരൻ എന്നെ അവസരവാദിയെന്നും നിലപാടുകളില്ലാത്തവനെന്നും വിളിക്കാൻ കാരണം. സാർ, ഇപ്പോൾ ഈ സിനിമയിൽ പലപ്പോഴും അഭിപ്രായം പറയാൻ വേണ്ടി മടിക്കുന്നു എന്നുള്ള ഒരു പരാതി പൊതുവെയുണ്ട്. ഉദാഹരണത്തിന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന സമയത്ത് മലയാള സിനിമയിൽ നിന്ന് തന്നെ ഇതിനെതിരെ ശക്തമായൊരു പ്രതികരണം എന്ന് പറയത്തക്ക വിധത്തിലുള്ളത് അങ്ങയുടെ ഭാഗത്ത് മാത്രമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു നിർണായക ഘട്ടങ്ങളിൽ പ്രതികരണം ഉണ്ടാവാതെ പോകുന്നതെന്ന് തോന്നിയിട്ടുണ്ടോ? അല്ല, എന്തെങ്കിലും പ്രതികരണം നടത്തിയാൽ അതിൻ്റെ പേരിൽ അയാൾ ഒറ്റപ്പെടുമോ എന്നുള്ളൊരു ഭയം ചിലർക്കെങ്കിലും കാണും. അതിൻ്റെ പേരിലായിരിക്കും അവർ തുറന്ന് സംസാരിക്കാത്തത്. ഞാൻ തുറന്ന് സംസാരിച്ചത് ഒരു വലിയ കഴിവാണെന്നോ എൻ്റെ ധൈര്യമാണെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. എനിക്ക് പറയാൻ തോന്നുന്ന കാര്യങ്ങൾ അതാത് സമയങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ചാൽ ഞാനത് സ്വീകരിക്കുകയും ചെയ്യും, ആ തെറ്റാണെന്ന് അംഗീകരിക്കുകയും ചെയ്യും. ഒരു പേഴ്സണൽ കാര്യത്തിലേക്ക് വന്നാൽ, ഇപ്പോൾ 2016 അങ്ങ് പത്തനാപുരത്ത് മത്സരിച്ചു. ഇനി ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങാനോ പറഞ്ഞാൽ അങ്ങ് എന്താവും അങ്ങയുടെ തെരഞ്ഞെടുപ്പിനില്ലാന്ന് മാത്രമല്ല, ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കാൻ പോലും ഞാൻ തയ്യാറല്ല. ഇപ്പോൾ ആശയം കംപ്ലീറ്റ് അല്ല. ഇപ്പം അന്ന് കോൺഗ്രസിനോട് അങ്ങേക്കൊരു ആശയം അടുപ്പുണ്ടായിരുന്നില്ല, അതൊക്കെ ഇപ്പം വിട്ടോ? അങ്ങനെ ഞാനിപ്പോൾ പറയുന്നത് വിവാദമായിട്ടുള്ള മറുപടിയാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ജനങ്ങൾക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നതെന്ന് പറയുന്നുണ്ട്, എല്ലാ പാർട്ടികളും അല്ലേ. അപ്പോൾ ഈ പാർട്ടികൾ തമ്മിലുള്ള വ്യത്യാസം, പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള വ്യത്യാസം എന്നൊക്കെ പറയുന്നത്, അത് എനിക്ക് വ്യക്തിപരമായിട്ട് ഡൈജസ്റ്റ് ചെയ്യുന്ന കാര്യമല്ല. എല്ലാ പാർട്ടികളും അവർ വന്നാൽ ജനങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് ആഗ്രഹമുണ്ട്, അവർ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യും. അപ്പോൾ ഈ രാഷ്ട്രീയപരമായിട്ടുള്ള വലിയ വ്യത്യാസങ്ങളെന്നൊക്കെ പറയുന്നത് അതിനകത്ത് വലിയ കാര്യമില്ല. വെരി സോറി. സമൂഹത്തിനെ നയിക്കാനുള്ള ശേഷിയൊന്നും എനിക്കില്ല. സമൂഹത്തിൻ്റെ കൂടെ, സമൂഹത്തിൻ്റെ നന്മയുടെ കൂടെ നടക്കാനുള്ള ആഗ്രഹക്കാരനാണ് ഞാൻ. നിങ്ങൾ ആരാണ്? നിങ്ങൾ ആരോടാ ചോദിക്കുന്നത്? വളരെ സൂക്ഷിച്ച് സംസാരിക്കണം. മാധ്യമാരാ അവരെ വിഷമിപ്പിക്കാത്ത രീതിയിൽ വേണം. ഒരു സാധാരണക്കാരൻ്റെ